ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലൊരു ജിംനി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഡ്രൈവിങ്ങിനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ജിംനി ഓടിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാമെന്നും പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് എനിക്കുള്ളൊരു കാഴ്ചപ്പാട് അതും കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യാൻ പോകുന്നത്. ജിംനിയെ കുറിച്ച് പറയുമ്പോൾ മൊത്തത്തിൽ ജിംനി ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും ജിംനി എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നും വേണ്ട. നമുക്ക് ഈ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും എനിക്ക് ഇതൊരെണ്ണം വേണം, അങ്ങനെ തോന്നുന്ന ഒരു വണ്ടിയാണ്. അതെന്താ റീസൺ എന്ന് ഇപ്പോഴും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ വണ്ടി ഒരെണ്ണം വേണമെന്ന്. അവിടെ ഒരു ജിംനി, റെഡ് ജിംനി കിടക്കുന്നുണ്ട്. കാണാൻ പ്രത്യേകിച്ചൊരു ഭംഗിയുള്ള വണ്ടിയാണ്. സോ ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടെയുള്ള റോഡുകളിൽ ഞാൻ എൻ്റെ കാറുമായിട്ട് പോകുമ്പോൾ ബ്രേക്ക് ചെയ്ത് പതുക്കെ ചവിട്ടി ഇറക്കി അങ്ങനെ പോകണം. എന്നിട്ട് തന്നെ വണ്ടിക്കകത്ത് മൊത്തം റാറ്റിൽ സൗണ്ട്സും കാര്യങ്ങളും. പക്ഷേ ഈ ജിംനി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 20,000 കിലോമീറ്റർ പ്ലസ് ഓടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഓടിക്കുന്ന വണ്ടിയാണ്. എന്നിട്ട് പോലും ഇതിനകത്ത് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഇപ്പോഴും ഈ വണ്ടി അത്യാവശ്യം നല്ല കട്ടറുള്ള വഴി കൂടെയൊക്കെ ചാടിച്ച് പോകുമ്പോൾ ഇതിനകത്ത് നിന്ന് എവിടുന്ന് ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് മേ ബി ഒരുപാട് കോമ്പോണൻസും ഒരുപാട് സെൻസേഴ്സും ഒക്കെ ഉള്ള വണ്ടികളായിരിക്കും പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ വരുന്നതും. പിന്നെ ഈ വണ്ടി അത്യാവശ്യം നല്ല റിജിഡായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്കത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അത് നമുക്ക് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബ്ലോക്ക് ഉള്ള സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ കട്ട് റോഡ്സ് ഒക്കെ എടുത്ത് പോകുമ്പോൾ ഭയങ്കര ഈസിയാണ്. കാരണം വണ്ടിക്ക് വലിയ വലിപ്പം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ വഴി ഇതുണ്ട്, കുഴിയൊക്കെയാണ്, മൊത്തം കട്ടറാണ്. ഞാൻ ഇവിടെ ഒന്നും ബ്രേക്കൊന്നും ചവിട്ടുന്നൊന്നുമില്ല. വണ്ടി എവിടെയും വലിയ ഒച്ചയാനൊക്കെ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കകത്തൊന്നും വരുന്നില്ല. കണ്ടോ, നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഈ ഗ്യാപ്പിലൊക്കെ സിമ്പിളായിട്ട് വണ്ടി കയറി പോകുന്നത്. ഇപ്പോൾ അത്രേ ഉള്ളൂ വണ്ടി. ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. നമ്മൾക്ക് സിമ്പിളായിട്ട് പോകും. നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒന്ന് ബ്രേക്ക് ഔട്ടാനായിട്ടൊക്കെ തോന്നും. ചിലപ്പോൾ വണ്ടി നൈസായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഇവിടെ എല്ലാം എൻ്റെ കാറിൽ ഞാൻ വരികയാണെങ്കിൽ ഇവിടെ എല്ലാം ഞാൻ ബ്രേക്ക് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ കുഴിയൊക്കെയാണ്. പക്ഷെ നോ പ്രോബ്ലം, നമുക്ക് അടിപൊളി കേട്ടോ. ആളൊരു രക്ഷയില്ല. ജിംനിയുടെ ഡിസൈൻ പേഴ്സണലി എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ജിംനി ഞാൻ ദുബായിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദുബായിൽ ജിംനി ഉണ്ടായിരുന്നത് 3 ഡോർ ജിംനിയാണ്. അത് ആക്ച്വലി കാണാനായിട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. കാരണം അതിൻ്റെ സൈസ് കുറച്ചും കൂടി ഇത്രയും ലെങ്തി അല്ല, കുറച്ച് ഒന്ന് കോമ്പാക്റ്റ് ആണ്. പിന്നെ ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതൊന്ന് വലിച്ചു നീട്ടിയതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ആ ജിംനീനെ എടുത്തിട്ട് കുറച്ചും കൂടെ വലിച്ചു നീട്ടിയ ഒരു ഫീലാണ്. മിലിറ്ററി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ആ ഒരു ലെഗസിയിൽ വന്നിരിക്കുന്ന, അല്ല ജിപ്സിയുടെ ആ ഒരു പാരമ്പര്യത്തിൽ വന്നിരിക്കുന്ന ജിംനി എന്ന് പറയുന്ന വണ്ടീനെ നമ്മളൊരു ഫാമിലി കാർ ആക്കാനായിട്ട് ഇവർ ട്രൈ ചെയ്തത് കൊണ്ടാണ് ഈ വണ്ടി ഫ്ലോപ്പ് ആയതെന്നാണ് പൊതുവെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇതല്ലെങ്കിൽ ഇത്രയും പ്രൈസും ആവില്ല. ഇവർ ഈ വലിച്ചു നീട്ടി വീണ്ടും ഇതിൻ്റെ എഞ്ചിനീയറിങ് എല്ലാം ചെയ്ത് എന്താ പറയുന്നത്, ഈ വണ്ടീനെ വീണ്ടും ഒരു ഡോറൊക്കെ ഫിറ്റ് ചെയ്ത് ഇത്രയും ലെങ്ത്തും കൂട്ടി ഇറക്കിയത് കൊണ്ട് അത്രയും കോമ്പോണൻസും കൂടി, അത്രയും മെറ്റൽ എല്ലാത്തിനും കോസ്റ്റ് കൂടി. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടിക്ക് ഒന്നാമത് ഇത്രയും പ്രൈസും കൂടുതൽ വന്നത്. ഇപ്പോൾ 3 ഡോർ ആയിരുന്നെങ്കിൽ നമുക്ക് അത്രയും പ്രൈസും വരില്ലായിരുന്നു. മാത്രമല്ല ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്നുള്ള രീതിയിൽ പല ആളുകളും ഇപ്പോൾ വീട്ടിലൊരു സെക്കൻഡറി കാറായിട്ടൊക്കെ വാങ്ങിയേനെ. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ നമ്മുടെ ഒരു വ്യൂ തന്നെ, അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോയേനെ. ഇത് 3 ഡോറിനകത്ത് വരികയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായേനെ. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായമാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം ജിംനി 5 ഡോർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അന്നേ തോന്നിയതാണ്. അല്ലെങ്കിൽ അവർ ഈ ലാൻഡ് ക്രൂയിസറൊക്കെ പോകുന്ന ഓഫ് റോഡുകൾക്ക് ഈ വണ്ടിയാണ് കൊണ്ടുപോകുന്നത്. സോ അത്രയധികം ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ് ജിംനി എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ജിംനി അപ്പോഴും ഓടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ജിംനിയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിൽ വെച്ച്. ജിംനി എനിക്ക് ഓടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പം നാട്ടിൽ വന്ന് ഇപ്പോഴാണ് എനിക്ക് ജിംനി ഓടിക്കാനായിട്ട് കിട്ടിയത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പല പ്രാവശ്യം ഞാൻ ജിംനി ഓടിക്കുന്നുണ്ട്. പക്ഷേ ജിംനി കണ്ടതിൽ നിന്ന് ഒരുപാട് എന്താ പറയുന്നത്, എനിക്ക് ജിംനി ആക്ച്വലി പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ലാത്ത വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു അഭിപ്രായം എൻ്റെ കുറേയൊക്കെ മാറി. കാരണം ഈ വണ്ടി ഓടിക്കേണ്ട ഒരു പർപ്പസ് ഉണ്ട്, അല്ലെ അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഈ വണ്ടി അടിപൊളിയാണ്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല കുഴിയുള്ള റോഡിലും, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ജിംനി പോലത്തെ ഒരു വണ്ടി വേണം. അത് നമ്മുടെ ഗതികേട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫ് റോഡിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിലൊന്നും പോകുന്നില്ല, റോഡിൽ തന്നെയാണ് ഓഫ് റോഡൊക്കെ ചെയ്യുന്നത്. കാരണം ആ രീതിയിലാണ് റോഡൊക്കെ കിടക്കുന്നത്. സോ അതുകൊണ്ട്
അങ്ങനത്തെ വഴികളിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഒരു രക്ഷയില്ല. ജിംനിയുടെ ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്ക് സീറ്റിൽ എനിക്കും ഇരുന്നപ്പോൾ അത്ര വലിയ കംഫർട്ടബിൾ ആയിട്ടൊന്നും തോന്നിയില്ല. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും ഫുള്ളി ഒരു കുറച്ച് റെട്രോ, നമ്മൾ ആ പഴയ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അനലോഗ് ആയിട്ടാണ്, ഭയങ്കര പഴയ രീതിയിലുള്ളൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് ചെറിയ MID കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ ട്രിപ്പ് കാര്യങ്ങൾ, ആവറേജ് ഫ്യൂവൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് അറിയാനായിട്ട് പറ്റും. ഈ പ്ലാസ്റ്റിക്സ് എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്കത് എല്ലാം അവിടെ നമുക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കുഴിയിലും ഗട്ടറിലും ഒക്കെ ചാടിച്ച് ഓടിക്കൊണ്ട് നടന്നാലും വലിയ റാറ്റിൽ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ജിംനിയെ കുറ്റം പറയുന്ന പല ആൾക്കാരും എനിക്കറിയാം, ഒട്ടുമിക്ക ആൾക്കാരും ജിംനി ഓടിക്കാതെയാണ് ജിംനിയെ കുറ്റം പറയുന്നത്. അല്ല, ജിംനി അവർ ഒരിക്കൽ പോലും അതിനകത്ത് ചിലപ്പോൾ കയറിയിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ താറിൻ്റെ ഫാൻസാണ്, അല്ലെങ്കിൽ താറോ ജിംനി ഒന്നും ഇല്ലാത്തവരായിരിക്കും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കുറ്റം പറയുന്നത്. ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇപ്പം മറ്റ് ഈ പറയുന്ന താറിനേക്കാളും എല്ലാം കുറച്ചും കൂടെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ്. നല്ല ടേണിങ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ യു ടേൺ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന് അത്യാവശ്യം ടേണിങ് റേഡിയസ് ഉള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഒറ്റ ട്രിപ്പിൽ ചിലപ്പം വളഞ്ഞു വരണമെന്നില്ല. പിന്നെ ഇത്രയും വില കൂടിയ വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത്, ഒന്ന് ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റീച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ടിൽറ്റ് മാത്രമേ ഉള്ളൂ. വണ്ടികളിൽ ഇപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വണ്ടിയാണെങ്കിൽ പോലും അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കൊടുത്തിരിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം ഹൈറ്റ് കുറവുള്ള ഒരാളാണ്, അയാൾ ആ വണ്ടിയിൽ കയറി ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതൊരു സേഫ്റ്റി ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം അയാൾക്ക് കറക്റ്റായിട്ട് വിഷൻ ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ഒരു റീസൺ ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാ വണ്ടികളിലും അത് കൊടുക്കണം, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്രൈവർ സൈഡിൽ അത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് റോയിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കോ ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഡ്രൈവർക്ക് മസ്റ്റായിട്ട് അത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിനകത്ത് ആ പറഞ്ഞ ആ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മിസ്സിംഗ് ആണ്. അത് ഇത്രയും പ്രൈസ് കൊടുത്തൊരു വാങ്ങുന്ന വണ്ടിക്കകത്ത് ഇലക്ട്രിക്കലി ഒന്നും വേണം നമ്മൾ പറഞ്ഞില്ല, മാനുവലി ആണെങ്കിൽ പോലും അത് ഇവർ കൊടുത്തിട്ടില്ല. പവർ വിൻഡോസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ പോർഷനിലാണ്, സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് എപ്പോഴും മിസ്സാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ നോക്കും എപ്പോഴും, പെട്ടെന്ന് ആരെങ്കിലും വെളിയിൽ സംസാരിക്കാൻ വരുമ്പോൾ ഇവിടെ പോയി തപ്പും, അവിടെ അല്ലല്ലോ നോക്കും, നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരും. അതൊരു മിസ്സിംഗ് ആണ്. അത് ഇവർ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും അത് ഇവിടെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണത്. പിന്നെ ഈ സ്വിച്ചസിൻ്റെ കൺട്രോൾസ് ഒക്കെ ടോഗിൾ സ്വിച്ചസ് പോലെ കൊടുത്തിരിക്കുന്നത്, അതൊക്കെ അടിപൊളിയാണ്. കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ബാക്കിൽ വിൻഡോസ് കൊടുത്തിട്ടില്ലെന്നാണ് വിചാരിച്ചത്, പവർ വിൻഡോസിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടില്ലെന്നാണ്. പക്ഷേ അത് ഒരു ഡോറിൽ കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ പവർ വിൻഡോസ് പോലെ അല്ല കൊടുത്തിരിക്കുന്നത്, വേറൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിലിരിക്കുന്ന ആൾക്ക് അവിടെയും വേണേൽ കൺട്രോൾ ചെയ്യാം. ഈ കൈ ബിസി ആണെങ്കിൽ ഈ ഇവിടെ ഫ്രണ്ടിലും വേണേൽ ചെയ്യാം. നമുക്ക് 2 മൊബൈൽ, മാക്സിമം 2 മൊബൈൽ ഈ പോർഷനിൽ വെക്കാം. അത് ഒരെണ്ണത്തിൻ്റെ മേളിലൊരെണ്ണം വെക്കണം, ആ രീതിയിൽ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. ചെറിയൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. വേറെ വലിയ കാര്യമായിട്ട് സ്പേസ് ഒന്നും എവിടെയും നമുക്ക് കൊടുത്തിട്ടില്ല. ബാക്കിലാണേലും ഫോൺസ് ഒന്നും വെക്കാനായിട്ടുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും എവിടെയും കിട്ടുന്നില്ല. ലെഗ് സ്പേസ് ആണേലും വലിയ കുഴപ്പമില്ല, ബാക്കിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ചെറിയ സീറ്റുകളാണ്. നമുക്ക് ഒരുപാട് തൈ സപ്പോർട്ടുണ്ട്, ഹൈറ്റ് ഉണ്ട് സീറ്റിന്, പക്ഷെ നമുക്ക് വലിയ സീറ്റുകളല്ല, വളരെ ചെറിയ സീറ്റുകളാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാല് ഫ്രണ്ടിലേക്ക് നീക്കി വെച്ചിരിക്കും, അങ്ങനത്തെ രീതിയിലുള്ളൊരു ആ ഒരു രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കുറച്ച് നമ്മൾ ഒന്ന് സ്റ്റഡി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ്. നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതാണ് ബാക്കിൽ സീറ്റിനകത്ത് വരുന്നത്. എന്നാലും സീറ്റിലിരിക്കാൻ കംഫർട്ടബിൾ ആണ്. ട്രാവൽ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴിയിലൊക്കെ ചാടുമ്പോഴാണെങ്കിലും വലിയ പ്രശ്നമില്ല. കാരണം ഒരു ഓഫ് റോഡ് വെഹിക്കിളിനെ വെച്ച് നോക്കുമ്പോൾ അത് വലിയ പ്രശ്നമില്ല. പ്രൈസിൻ്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓൾറെഡി മാരുതി ഇറക്കിയപ്പം ഇവർ വിചാരിച്ചു ഈ വണ്ടി എല്ലാവരും വാങ്ങും, ഈ വണ്ടി അങ്ങോട്ട് വന്ന് വരുന്നതെന്നും പറഞ്ഞ ആൾക്കാർ അത്രയധികം ജിംനി വരുന്നില്ല എന്നുള്ള മൈൻഡിലായിരുന്നു ആൾക്കാർ. പിന്നെ പ്രൈസ് അവരിട്ടത് ഒരുപാട് കൂടുതലായിരുന്നു. ടോപ്പ് എൻഡ് ഒക്കെ വരുമ്പോൾ 17-18 ലക്ഷം രൂപ അടുത്തൊക്കെ പ്രൈസ് വരുന്നുണ്ടായിരുന്നു. ആ പ്രൈസിനുള്ളൊരു വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ലെന്ന് തന്നെ പറയണം. അത് അവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പം പ്രൈസ് കുറച്ചിട്ടിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ മാസമൊക്കെ 3-3.5 ലക്ഷം രൂപ അടുത്ത്, 3,30,000 രൂപ അടുത്തൊക്കെ പ്രൈസ് ഡിസ്കൗണ്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സ്പീഡിൽ നമ്മളൊരു 100+ ഒക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടിയിൽ നന്നായിട്ട് കാറ്റ് പിടിക്കുന്ന ഒരു ഫീലുണ്ട്. അത് നന്നായിട്ട് അറിയാൻ പറ്റും. ഷേപ്പിൻ്റെ ആണ്, ഒരു ബോക്സി ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എയറോഡൈനാമിസം അത്രയും ഇമ്പ്രൂവ്ഡ് ആയിരിക്കില്ല ഇതിനകത്ത്. അത്രയും സ്പീഡിൽ പോകേണ്ട വണ്ടി എല്ലാം അങ്ങ് വിശ്വസിക്കുക, ആ രീതിയിൽ അങ്ങ് ഓടിക്കുക, അതേ പറ്റുള്ളൂ.
ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് 9 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. സീറ്റ വേരിയന്റിന്റെ താഴത്തെ വേരിയന്റിലേക്ക് പോകുമ്പോൾ 7 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിരിക്കും. നമ്മളിപ്പോൾ ഓടിക്കുന്നത് ആൽഫ വേരിയന്റ് ആണ്. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നത് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. സുസുക്കി കണക്ട് തുടങ്ങിയ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സിസ്റ്റം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലാരിറ്റി, റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി ഒരു ഭയങ്കര ക്ലാരിറ്റി ഒന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. വലിയ ക്ലാരിറ്റി ഉള്ളൊരു റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ടോപ്പ് എൻഡിനകത്ത് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ വാഷേഴ്സ് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സീറ്റ വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. ആൽഫയ്ക്കകത്ത് മാത്രമേ ഹെഡ്ലൈറ്റിൻ്റെ വാഷേഴ്സ് നമുക്ക് കിട്ടുള്ളൂ. ഫോണിൽ കൂടെ ഇതുപോലുള്ള സമയത്ത് നമുക്ക് കുത്തി കയറ്റിക്കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ഈസിയാണ്. അതൊക്കെയാണ് ഭയങ്കര അഡ്വാൻറ്റേജ്. നമുക്ക് ഓടിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഫാക്ടേഴ്സാണ് അതൊക്കെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ബോണറ്റ് കണ്ടൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ഭയങ്കര ഒരു വികാരം തന്നെയാണ് കേട്ടോ. നമ്മൾ ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഞാൻ ചുമ്മാ പറയല്ല, നിങ്ങൾ അടുത്തുള്ള നെക്സ ഷോറൂമിൽ പോവുക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, വണ്ടി മിനിമം ഒരു 10 കിലോമീറ്റർ എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റീസൺസ് ഇഷ്ടപ്പെടാനായിട്ടുണ്ടായിരിക്കും. സോ അതാണ് ജിംനിയുടെ ഒരു പ്രത്യേകത. പലർക്കും ഇഷ്ടമല്ല, പക്ഷെ പലർക്കും ഇഷ്ടമാണ്. കാരണം അത്രയും കേപ്പബിളാണ് വണ്ടി. നമുക്ക് ഓടിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് ഇത് വേണമെന്നൊരു തോന്നലില്ലേ, ആ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന വരും. അതാണ് ജിംനിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. നമുക്ക് ഓഫ് റോഡിന് വേണ്ടി എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വഴി തന്നെ ധാരാളമാണ്. ആ ചേട്ടൻ നിന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ബ്രേക്ക് ചെയ്തത് കണ്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല, വണ്ടി സിമ്പിളായിട്ട് കൂളായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ എൻ്റെ വണ്ടിയിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ അടിയൊക്കെ ഇടിച്ച് ഇതുപോലെ ഒന്നും വരാൻ പറ്റില്ല. നമ്മൾ ബ്രേക്കൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല, നൈസായിട്ട് ഓടിക്കാം, അടിപൊളി. കൊള്ളാം, ഓടിക്കാൻ രസമുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് കുഴിയൊക്കെ വരുമ്പോൾ ഓടിക്കാനായിട്ട് ജിംനി നൈസാണ്, അടിപൊളി, കൊള്ളാം. നമുക്കൊന്ന് റേസ് ചെയ്ത് നോക്കാം. ചെറിയ ഗ്യാപ്പാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.